ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 51. ഫഇൻ ജമഅ റാവി, ഇനി റാവി ജംആക്കി ആ സീഗയെ കൊണ്ടുവന്നാൽ, അത്താബി സീഗത്തിൽ ഊല, ഒന്നാം മർത്തബയിലുള്ള സീഗ കൊണ്ടുവന്നു, ജംഅൻ ജംആയിട്ട് കൊണ്ടുവന്നു. അതായത് സമീഅതു ഹദ്ദസനി എന്നുള്ള ഒന്നാം മർത്തബയിലുള്ള സീഗ റാവി ജംആയിട്ട് കൊണ്ടുവന്നു. എങ്ങനെ? ഏതുപോലെയൊക്കെ യഖൂല, റാവി പറയും പോലെ, ഹദ്ദസനാ ഫുലാനുൻ ഔ സമിഅനാ ഫുലാനൻ യഖൂലു എന്നിങ്ങനെ ജംആക്കി പറഞ്ഞാൽ ഫഹുവ, അപ്പോൾ അങ്ങനെ ആ ജംആക്കിയത്, ആ ജംഅ് ദലീലുൻ, അത് തെളിവാണ്. എന്തിൻ്റെ മേലുള്ള തെളിവാണ്? അലാ അന്നഹു സമിഅ മഅ ഗൈരിഹി, ആ റാവി മറ്റുള്ളവരോടൊപ്പം ശൈഖിൽ നിന്ന് അത് കേട്ടു എന്നതിൻ്റെ മേൽ തെളിവാണ്. അപ്പോൾ ഒറ്റക്കല്ല, മറ്റുള്ളവരോടൊപ്പം കേട്ടു എന്നതിൻ്റെ തെളിവാണത്. എന്നാൽ ഖദിയകൂനു നൂനുൽ അളമത്തി, ചുരുക്കത്തിൽ നൂന് തഅദീമിന് വേണ്ടിയിട്ടും ചിലപ്പോൾ നൂന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയോഗിക്കലുണ്ട്. മുഹദ്ദിസീങ്ങളുടെ ഇസ്തിമാലിൽ അങ്ങനെ ഹദ്ദസന എന്ന് പറഞ്ഞാൽ ഒരാൾ കേട്ടതിനും അങ്ങനെ പ്രയോഗിക്കലുണ്ട്. അത് ലാക്കിൻ ബി കില്ലത്തിൻ, അത് വളരെ കുറവാണ്. പക്ഷെ ഇനി അവ്വലുഹ, ആ മർത്തബകളിൽ ഒന്നാമത്തതാകുന്നത്, ഐ സിയഗിൽ മറാത്തിബി, ഇവിടെ സിയഗിൽ മറാത്തിബി എന്നാണ് ഈ നുസ്ഖയിലുള്ളത്. നുഖത്തുൽ പറഞ്ഞത് ആ നുസ്ഖയിലുള്ളത് അതിൽ മറാത്തിബി എന്നാണ്. അപ്പം മർത്തബയിൽ ഒന്നാമത്തത് എന്നാണ്. അതാണ് കൂടുതൽ ശരിയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റേത് പിന്നെ മർത്തബയുടെ സീഗയിലെ ഒന്നാമത്തത് എന്ന് വരും. അപ്പോൾ സമയത്തു പിന്നെ ഹദ്ദസനി എന്ന ഇത് രണ്ടിലെ ആദ്യത്തെ സമയത്തു എന്നത് എന്ന് വരും. അതല്ല ശരി. അപ്പോൾ സമയത്തു ഹദ്ദസനി എന്ന ഇത് രണ്ടും കൂടിയ ഒന്നാമത്തെ മർത്തബ, ആ ആദ്യത്തെ മർത്തബയാകുന്നത് അസ്റഹുഹ, അതാണ് പിന്നെ ഏറ്റവും കൂടുതൽ സരീഹായത്. പിന്നെ ഐ അസ്റഹു സിയഗിൽ അദാഇ, അദാഇന്റെ സീഗയിൽ ഏറ്റവും സരീഹായത്. എന്തിന് സരീഹായി? ഫി സമാഇ ഖായിലിഹ, ആ സമീഅതു ഹദ്ദസനി എന്ന് പറയുന്ന അത് പറയുന്ന ഖായില്, അതായത് ആ റാവി കേട്ടു എന്നതിൽ സരീഹായ പിന്നെ സീഗയാണ് ഒന്നാം മർത്തബയിലുള്ളത്. കാണലി അന്നഹ, അത് ലാ യഹ്തമിൽ വാസിത്തത്ത, അത് വാസിത്തയ്ക്ക് ഇഹ്തിമാലില്ല. അപ്പോൾ ശൈഖിൽ നിന്ന് നേരിട്ട് കേട്ടു എന്നതിന് സരീഹായ പദമാണ് സമീഅതു ഹദ്ദസനി എന്നുള്ളത്. സമാഇനിക്ക് ഇഹ്തിമാലില്ല. അതെ, അതാ പിന്നെ അതുപോലെ വാസിത്തയ്ക്ക് ഇഹ്തിമാലില്ലാതെ പിന്നെ അഖ്ബറന അംബഅന എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരായിട്ട്, അതൊക്കെയാണെങ്കിൽ എന്താ പിന്നെ അത് സമാഇനി ഇഹ്തിമാലുള്ളതാണ്. പിന്നെ വലാകിന്ന ഹദ്ദസനി, പക്ഷേ ഹദ്ദസനി എന്നുള്ളത് അതൊരു തവഹുമിനെ ദഫ് ചെയ്യാനാണ്. അതായത് ഹദ്ദസനി എന്നുള്ളതും സമീഅതു എന്നുള്ളതും ഹദ്ദസനി എന്നുള്ളതും പിന്നെ അതിൻ്റെ ഖായില് കേട്ടു എന്നതിൽ പിന്നെ സരീഹാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് രണ്ടും എന്തല്ല, എല്ലാ ജിഹാത്തിലൂടെയും അത് സമമാണ് എന്നല്ല. അപ്പോൾ അങ്ങനെ സമമാണ് എന്നുള്ള തവഹുമിനെ ദഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹദ്ദസനി പറയുന്നത്. അപ്പോൾ ഹദ്ദസനി സമയത്തു എന്നത് രണ്ടും പിന്നെ എല്ലാ നിലയ്ക്കും ഈ സമ ഉണ്ടാകുന്നതിന് സമമായ പദമല്ല. അപ്പം അതിനാണ് എന്ത് ചെയ്തത്, ആ
സമമാണ് എന്ന് പിന്നെ തോന്നിപ്പിച്ചതിനെ ദഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ലാക്കിന്ന ഹദ്ദസനി, മറിച്ച് ഹദ്ദസനി എന്നുള്ളത് ഖദി യുത്ലഖു ഫിൽ ഇജാസത്തി. അപ്പോൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ഇജാസത്തിൽ എന്ത് ചെയ്യും, അങ്ങനെ പറയപ്പെടും. തദ്ലീസൻ നിലയ്ക്ക് ഇജാസത്തിൻ്റെ ഹദീസുകൾ പറയുമ്പോൾ എന്ത് ചെയ്യും, ഹദ്ദസന അല്ലെങ്കിൽ ഹദ്ദസനി എന്ന് പറയും. എന്നാൽ ഇജാസത്തിൻ്റെ ഹദീസുകളോ അല്ലെങ്കിൽ മുഖാത്തബത്തിൻ്റെ ഹദീസോ ഒക്കെ പറയുമ്പോൾ അവിടെ സമീഅത്തു എന്നുള്ള എന്ത് ചെയ്യില്ല, പ്രയോഗിക്കില്ല. അത് തന്നെയാണ് ഖത്തീബ് എന്നവർ ഈ സമീഅത്ത് എന്നതിനെ തർജീഹാക്കാൻ വേണ്ടി തെളിവ് പിടിച്ചത്. അതാ നുഖത്തിൽ പറയുന്നത്, വസ്തദല്ല ഖത്തീബു അലാ തർജീഹി സമീഅത്തു ബി അന്നഹു ലാ യകാദു അഹദുൻ യഖൂലുഹാ ഫി അഹാദീസിൽ ഇജാസത്തി വൽ മുകാതബത്തി വലാ ഫി തദ്ലീസി മാ ലം യസ്മഉഹു. എന്നാൽ വസ്തഅമല ബഅദുഹും ഹദ്ദസന ഫിൽ ഇജാസത്തി. എന്താ ഹദ്ദസന എന്നുള്ളതിനെ ഇജാസത്തിൽ ബഅദ് ഇസ്തിമാൽ ചെയ്തിട്ടുണ്ട്. ഇനി അർഫഉഹ, ആ സമാഇന്റെ ഉജൂഹുകളിൽ നിന്ന് ഏറ്റവും അർഫആയത്, അതായത് ഹദീസിനെ സ്വീകരിക്കുന്നതിൻ്റെ ഉജൂഹുകളിൽ ഏറ്റവും അർഫആയത്, ആ അർഫഉഹ എന്നെടുത്ത ഹ എന്ന അമീറിൻ്റെ മർജ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത് സമാഇൻ്റെ ഉജൂഹ് എന്നുള്ളതാണ്. അത് മുമ്പത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും അതിൻ്റെ സിയാക്കിൽ നിന്ന് പിന്നെ അത് അറിയിക്കുന്നുണ്ട്. മറിച്ച് അവിടെ ആ ഹ എന്നതിൻ്റെ ലമീർ പിന്നെ ആ സിയഖിലേക്കോ അല്ലെങ്കിൽ മറാത്തിബിലേക്കോ എന്താക്കാൻ മടക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ മടക്കുകയാണെങ്കിൽ അർഫ ആ സിയയിലെ ഏറ്റവും അർഫ ആയത് എന്തിൽ ഫിൽ ഇംലായിലുള്ളതാണ് എന്ന് വെക്കുമ്പോൾ പിന്നെ ശരിയാവില്ല. കാരണം എല്ലാ സിയകളും എന്താണ് പിന്നെ ഇംലായിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്തല്ല, അവിടെ അതല്ല മുസന്നിഫിൻ്റെ മഖ്സൂദ്. പിന്നെ സമാഇൻ്റെ ഉജൂഹുകളിൽ ഏറ്റവും അർഫ ആയത്, ഷെയ്ഖിൽ നിന്ന് ഹദീസിനെ കേൾക്കുമ്പോൾ പിന്നെ ആ കേൾക്കൽ രണ്ട് നിലക്കാണ് സമാ. ഒന്നെങ്കിൽ ഷെയ്ഖ് എന്ത് ചെയ്യും, താലിബിൻ്റെ മേലെ അത് ഇങ്ങനെ ഇംലാ എന്ന് പറഞ്ഞാൽ വാചകം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഷെയ്ഖ് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ശിഷ്യൻ അത് എഴുതി വെക്കും. ഒരു രീതി അങ്ങനെയാണ്. മറ്റൊന്ന് ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞ സർദ് എന്നാണ് പറയുക. അത് എന്താണ്, താലിബ് എഴുതലില്ല, എഴുതാതെ ഷെയ്ഖ് ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോകുക തന്നെ. അപ്പോൾ ഈ രണ്ട് രീതിയാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഇംലാ രൂപം എന്ന് പറയുന്നത് താലിബിൻ്റെ മേൽ വാചകം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് താലിബ് എഴുതി വെക്കുക എന്നുള്ള ആ രൂപമാണ് ഏറ്റവും അർഫാഗ്. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു, ഹദ്ദസനി ഷെയ്ഖ് ഇംലാഅൻ എന്നെന്ത് ചെയ്തു, ഹദ്ദസനി ഷെയ്ഖ് ഇംലാഅൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അർഫ ആയ മർത്തബയാണ്. പിന്നെ എന്തിനേക്കാൾ സമീഅത്തു ഷെയ്ഖ എന്ന് പറയുന്നതിനേക്കാളും അർഫ ആയ മർത്തബയാണ്. കാരണം എന്താ, ഈ ഇംലാ ആകുമ്പോൾ ആ ഇംലായിൽ കൂടുതൽ എന്താണ് തസബ്ബുത്ത് ഹിഫ്ള്, ഷെയ്ഖിൻ്റെ ഭാഗത്തിൽ നിന്ന് തിൽമീദിൻ്റെ ഭാഗത്തിൽ നിന്നും എന്താണ് തഹഫുദും തസബ്ബുത്തും പിന്നെ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഓഫിലത്തിൽ നിന്നൊക്കെ ഇതായതുകൊണ്ട് അപ്പോൾ ആ ഇംലാ നിലയ്ക്ക് പറയുന്ന പിന്നെ സീഗയാണ് ഏറ്റവും അർഫ ആയത്, സമാഇൻ്റെ ഉജൂഹിൽ ഏറ്റവും അർഫ ആയത്. അതാണ് ആ പറഞ്ഞത്. അത് നുഖത്തുൽ ഖററിൽ അത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാവാ അർഫഉഹ മിഖ്ദാറൻ, ആ സമാഇൻ്റെ ഉജൂഹുകളിൽ ഏറ്റവും അർഫ ആയത് പിന്നെ മിഖ്ദാറൻ മർത്തബയാൽ ഏറ്റവും അർഫ ആയത് മാ യഖഉ ഫിൽ ഇംലാഇ, ഇംലായിലൂടെ പിന്നെ വാക്കിയാവുന്ന പിന്നെ ഒരു സീഗയാണ്.
എന്തുകൊണ്ട് ഇംലായിൽ ഉണ്ടാകുന്ന ഒന്നെന്ന് പറയാൻ കാരണം ലിമാ ഫീഹി മിന തസബുത്തി വൽ തഹഫുളി, അതിൽ തസബുത്തും തഹഫുളും ഉള്ളതുകൊണ്ട് കൂടുതൽ ഹിഫുളും കൂടുതൽ സ്ഥിരതയും അതിനകത്തുണ്ട്. അതുകൊണ്ട് പിന്നെ വസാലിസു, ഈ അദാഇന്റെ സിഗയിൽ നിന്ന് മൂന്നാമത്തത് പിന്നെ ഓഹു അതേതാണ് അഖ്ബറനി. അഖ്ബറനി എന്ന സിഗ അത് കറാബി നാലാമത്തിനെ പോലെ. നാലാമത്തത് ഏതാ? ഓഹുവ ഖറഅതു അലൈഹി. ഖറഅതു അലൈഹി എന്നതുപോലെ ആകുന്നു. അല്ല എന്നതുപോലെ അത് ലിമൻ ഖറഅ ബിനഫ്സിഹി അല ഷെയ്ഖി, ഷെയ്ഖിന്റെ മേൽ സ്വന്തമായിട്ട് അങ്ങോട്ട് ഓതിക്കൊടുത്ത ഒരാൾക്കാണ് എന്ത് ചെയ്യുക പിന്നെ പറയുക ഖറഅതു അലൈഹി പിന്നെ അഖ്ബറനി. അത് ലിമൻ ഖറഅ ബിനഫ്സിഹി അല ഷെയ്ഖി, ഷെയ്ഖിന്റെ മേൽ സ്വന്തം അങ്ങോട്ട് ഓതിക്കൊടുത്തു. ഫഇൻ ജമഅ, ഇനി ആ റാവി എന്ത് ചെയ്തു? ജംആക്കി. ഈ അഖ്ബറനി എന്ന് പറയുന്നതും അതുപോലെ ഖറഅതു അലൈഹി എന്ന പറയുന്ന സീഗ പറയുന്ന റാവി ജംആക്കി പറഞ്ഞാൽ ഏതുപോലെ കഅൻ യഖൂല അഖ്ബറന അല്ലെങ്കിൽ ഔ ഖറഅന എന്ന് ജംആക്കി പറഞ്ഞാൽ ഫഹുവ, അപ്പോ അങ്ങനെ ജംആക്കുന്നത് അത് കൽ ഖാമിസി, അത് അഞ്ചാമത്തെ സീഗ പോലെയാണ്. അഞ്ചാമത്തെ ഏതാണ്? വഹുവ പിന്നെ ഖുരിഅ അലൈഹി വഅന അസ്മഉ. ഖുരിഅ അലൈഹി വഅന അസ്മഉ, ഷെയ്ഖിന്റെ മേൽ ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെട്ടു, ഞാനത് കേട്ടു എന്ന് പറയുന്ന സീഗ പോലെയാണ്. അതിന്റെ സ്ഥാനത്താണ് അഖ്ബർന എന്നതും ഖറഅന എന്നതും. വഉരിഫ മിൻ ഹാദ, ഈ പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ടു. ഏത് പറഞ്ഞതിൽ നിന്ന്? അതായത് പിന്നെ അഖ്ബറനി എന്നുള്ളതും ഖറഅതു അലൈഹി എന്നുള്ളതും സ്വന്തം നഫ്സ് കൊണ്ട് പിന്നെ ഷെയ്ഖിന് അങ്ങോട്ട് ഓതിക്കൊടുത്തതിന് വേണ്ടിയിട്ടാണ് അത് പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ടു. അന്ന തഖ്ബീറ ബി ഖറഅതു, ഖറഅതു എന്നതുകൊണ്ട് ഇബാറത്തിടൽ ലിമൻ ഖറഅ, ഷെയ്ഖിന് അങ്ങോട്ട് ഓതിക്കൊടുക്കുന്ന ആൾക്ക് ഖറഅതു എന്ന് ഇബാറത്തിടുക, അത് ഖൈറും മിന തഅബീരി ബിൽ ഇഖ്ബാരി, അഖ്ബറനി എന്ന് ഇഖ്ബാർ കൊണ്ട് ഇബാറത്തിടുന്നതിനേക്കാളും ഖൈറാണ് എന്നറിയപ്പെട്ടു. കാരണം ലി അന്നഹു, അങ്ങനെ ഖറഅതു എന്ന് ഇബാറത്ത് ഇടുന്നത് അഫ്സഹു ബി സൂറത്തിൽ ഹാലി, ആ ഹാലിന്റെ സൂറത്തിനോട് ഏറ്റവും അഫ്സഹായതാണ്. കാരണം ഷെയ്ഖിന്റെ മേൽ അങ്ങോട്ട് ഓതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഹാലിനോട് പിന്നെ ആ ഹാലിന്റെ സൂറത്ത് കൊണ്ട് ഏറ്റവും അഫ്സഹായത് ഖറഅതു എന്ന് പറയലാണ്. പിന്നെ അഖ്ബർനി എന്ന് പറയുന്നതിനേക്കാൾ ഖൈർ അതാണ്. പിന്നെ തംബീഹുൻ അൽ ഖിറാഅത്തു അല ഷെയ്ഖി, ഒരു ഷെയ്ഖിന്റെ മേൽ ഓതിക്കൊടുക്കുക എന്നുള്ളത് അഹദു ഉജൂഹി തഹമ്മുലി, ഷെയ്ഖിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നതിന്റെ വജുഹുകളിൽ ഒന്നാകുന്നു. ഷെയ്ഖിന് അങ്ങോട്ട് ഓതിക്കൊടുക്കുക, എന്നിട്ട് ഷെയ്ഖ് ഇങ്ങനെ സമ്മതം മൂളുക, അത് ഹദീസ് സ്വീകരിക്കുന്നതിന്റെ ഉജൂഹിൽ ഒന്നാണ്. പിന്നെ ഇന്ദൽ ജുംഹൂരി, ഭൂരിഭാഗം പിന്നെ ഉലമാഇന്റെ അടുക്കൽ. എന്നാൽ വഅബ്അദ മൻ അബ ദാലിക, ഇങ്ങനെ പിന്നെ ഷെയ്ഖിന്റെ മേൽ അങ്ങോട്ട് ഓതിക്കൊടുക്കുക എന്നത് അത് തഹമ്മുലിന്റെ ഉജൂഹ് അല്ല എന്ന് പറഞ്ഞ ആള് പിന്നെ പറഞ്ഞവരെന്താണ്? ബഈദായ
അബഅദായ മസ്ലക്കിലാണ് പ്രവേശിച്ചത് എന്ന് പറഞ്ഞാൽ അതാബി വജീം ബഈദിൻ ലാ യുഖ്ബലൂന. പിന്നെ അപ്പം ഭൂരിഭാഗം ഉലമാന്റെ അടുക്കലും അത് തഹമ്മലിന്റെ ഉജൂഹിൽ ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ, അതായത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് തഹമ്മലിന്റെ വജ്ഹിൽ പെട്ടതല്ല എന്ന് പറഞ്ഞ ആളുകൾ അത് ബഈദായ മസ്ലക്കിലാണ് അവർ പ്രവേശിച്ചത്, അല്ലെങ്കിൽ ബഈദായ വജ്ഹ് കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. അവരാരാൽ മിൻ അഹ്ലിൽ ഇറാഖുകാരാൽ. അപ്പോൾ അഹ്ലുൽ ഇറാഖാണ് അങ്ങനെ പറ്റൂല, അത് തഹമ്മലിന്റെ വജ്ഹ് അല്ല എന്ന് പറഞ്ഞ ആളുകൾ. എന്നാലും വഖദിസ്തദ്ദ ഇൻകാറുൽ ഇമാമി മാലിക്കിൻ വഗൈരിഹി, ഇമാം മാലിക് തങ്ങളുടെയും ഗൈറിന്റെയും ഇൻകാർ ശക്തിയായി ആരുടെ മേല്? ഈ അഹ്ലുൽ ഇറാഖിന്റെ മേലെ. ആ ഗൈറാൽ മിനൽ മദീനീൻ, മദീനക്കാർ. മാലിക് റളിയല്ലാഹു അൻഹു മദീനക്കാരായ മറ്റ് ഉലമാഉം മുഹദ്ദിസീങ്ങളും എന്താണ് ശക്തമായി ഇൻകാർ ചെയ്തു. അത് അവരുടെ ഇൻകാർ ശക്തമായി അലൈഹിം, ആ അഹ്ലുൽ ഇറാഖിന്റെ മേൽ. എന്തിന്? ഫീ ദാലിക, അത് പറ്റൂല, ആ തഹമ്മലിന്റെ ഉജൂഹ് അല്ല എന്ന് പറഞ്ഞതിൽ, ആ കാരണം കൊണ്ട്. എത്രത്തോളം? ഹത്താ ബാലഗ ബഅദുഹും, ആ മദനീക്കാരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവരോട് മുവാഫിഖായ ഉലമാക്കളിൽ നിന്ന് ചിലരെന്ത് ചെയ്തു? മുബാലഗത്ത് ചെയ്തു. എന്നിട്ട് റജ്ജഹഹ, എന്നിട്ട് അവരെന്ത് ചെയ്തു? മുബാലഗത്ത് ചെയ്തിട്ട് അവർ ഈ ഷെയ്ഖിന്റെ മേല് അങ്ങോട്ട് ഓതിക്കൊടുക്കുക എന്നതിനെ റാജിഹാക്കി. എന്തിനേക്കാൾ? അല സമായി, സമാഇനേക്കാൾ. മീൻ ലഫ്ദി ഷെയ്ഖിന്റെ ലഫ്ദിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്നതിനേക്കാളും എന്താണ്? ഷെയ്ഖിന്റെ മേലെ അങ്ങോട്ട് ഓതിക്കൊടുക്കുക എന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ആ അത് റാജിഹാക്കി കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം കടുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ വദഹബ ജംഉൻ, എന്നാൽ ധാരാളം ആളുകൾ പോയി. മിൻഹും, അവരിൽപ്പെട്ടവരാണ് അൽ ബുഖാരി ഇമാം വഹക്കാഉ, അതിനെ ബുഖാരി ഇമാം ഹിക്കായത്ത് ചെയ്തു. ഫി അവാഇലി സഹീഹിഹി, ഇമാം ബുഖാരിയുടെ സഹീഹിന്റെ തുടക്കത്തിൽ ഹിക്കായത്ത് ചെയ്തു. അൻ ജമാഅത്തിൻ മിനൽ അഇമ്മത്തി, അഇമ്മത്തിൽ നിന്ന് ഒരു ജമാഅത്തിനെ തൊട്ട് ബുഖാരി ഇമാം ഹിക്കായത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ ഇമാം ബുഖാരിയെ പോലെയുള്ള ധാരാളം ആളുകൾ പോയി. എന്തിലേക്ക് പോയി? ഇലാ അന്ന സമാഅ മിൻ ലഫ്ദി ഷെയ്ഖി, ഷെയ്ഖിന്റെ ലഫ്ദിൽ നിന്ന് നേരിട്ട് കേൾക്കുക എന്നതും, വൽ ഖിറാഅത്ത് അലൈഹി, ഷെയ്ഖിന്റെ മേൽ അങ്ങോട്ട് ഓതിക്കൊടുക്കുക എന്നുള്ളതും, യഅനി ഫി സിഹ്ഹത്തി വൽ ഖുവ്വത്തി, അതായത് സിഹ്ഹത്തിലും ഖുവ്വത്തിലും ഇത് രണ്ടും സവാഉൻ, അത് രണ്ടും സമമാണ് എന്ന അഭിപ്രായത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. വല്ലാഹു അലം, അള്ളാഹുവിന് ഏറ്റവും ആലം അറിയുന്നവൻ. അപ്പോൾ അഹ്ലുൽ ഇറാഖുകാർ അത് പറ്റൂല, ഷെയ്ഖിന്റെ മേൽ അങ്ങോട്ട് ഓതിക്കൊടുക്കുന്നത് തഹമ്മുലിന്റെ വജ്ഹല്ല എന്ന് പറഞ്ഞത് അത് വളരെ ബഈദാണ് എന്നാണ് ഇപ്പം പറഞ്ഞത്. കേട്ടോ.